കണ്ട, ഇതാണ് അവസ്ഥ. ടാറ്റ പറ, ടാറ്റ പറ, ഹാപ്പി ടാറ്റ പറ, അങ്ങോട്ട് നോക്കി ടാറ്റ പറ. ടാറ്റ, നമ്മളെ വീഡിയോ കാണണമെന്ന് പറ. നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ പിന്നെ നമ്മളെവിടെയൊക്കെ വൃത്തിയാക്കുന്നതും കുറച്ച് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. അങ്ങോട്ട് നോക്കിയിട്ട് പറ, ടാറ്റ പറ. തോണ്ട 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 തോണ്ട, ഹാപ്പി തോണ്ട, അത് നോക്കിയാണ്. പണ്ടിത് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ മുറ്റത്തവിടെ പ്ലാവിൻ്റെ അവിടെ കുറച്ച് കരിയിൽ കിടന്നു. അപ്പോൾ വവ്വാലങ്ങണ്ട കൊണ്ടുവന്ന് ഇട്ടതാണ്. തെളിയിലയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വലിയ രീതിയിൽ മുറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കട്ടി കുറവുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. പറങ്കിമാവൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അതിൻ്റെ മൂട്ടിലൊക്കെ ആണെങ്കിൽ പറക്കാതെയൊക്കെ ഇട്ടിരിക്കുക. മഴ സീസണിലാണ് ഇങ്ങനെ ഇത് പൊടിച്ച് വരുന്നത്, ഇഷ്ടം പോലെ പൊടിച്ച് കിടക്ക്. പറങ്കിമാവൊക്കെ ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഇല കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ അവിടെ എന്തായാലും ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇതുപോലെ ഈ ഒരു പറയേണ്ട ഇങ്ങനെ പൊടിച്ച് ഇതിൻ്റെ കുരുപ്പ് വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു കുരുപ്പെടുത്ത് കഴിക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇത് കഴിച്ചിട്ടുള്ളവർ. ബഡിൻ്റെ തൈയൊക്കെ നമുക്ക് മേടിച്ച് വെക്കാനായിട്ടൊക്കെ കിട്ടും. ഇത് ബഡിൻ്റെ തങ്ങണ്ടെയാണ് കേട്ടോ. ഇവിടെ അടുത്തുണ്ട്, വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ടൊക്കെ വവ്വാൽ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. ആണ്ടേ, ഇന്നിപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു എന്തായാലും മക്കളൊക്കെ രണ്ടുപേരും പോയതിന് ശേഷം മുറ്റത്തെ കാടെല്ലാം അങ്ങ് എടുക്കാമെന്ന്. ഫുള്ള് കാടാണ് കേട്ടോ. അവിടെയൊക്കെ ഞാൻ പതുക്കെ നമ്മട്ടിക്ക് കുറേശ്ശെയായിട്ട് ചെറുതായിട്ട് കൊത്തിയൊക്കെ ഇളക്കി. പിന്നെ ഇതൊക്കെ വേണ്ട, നമ്മളെ ഈ ഒരു കരണ്ടി ഉണ്ടല്ലോ, ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും കേട്ടോ. ഇത് വെച്ചിട്ടാണ് എടുക്കണം, പക്ഷേ ഇത് എടുത്തുകൂടാ, പണിക്കൊക്കെ കൊണ്ടുപോകണം. ഇവിടെ ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ പണി സാധനങ്ങൾ ഇരുന്നേന്ന് പറഞ്ഞാൽ ഞാൻ പോയി എടുത്തതാണ്. ഇനിയിപ്പോൾ വേണ്ട ഈ ഒരു സൈഡിൽ കാട് പറ്റുന്നിടത്തോളം കുറച്ചൊക്കെ എടുക്കുന്നുള്ളൂ, ഒത്തൊരുപാടൊന്നും എടുക്കത്തില്ല. എൻ്റെ കൂടെ കാടെടുക്കാൻ വന്ന ഒരാളിനെ ഞാൻ കാണിച്ചു തരാം. ഇതാ കിടക്കണം. കാടെടുത്ത് മതിയായാ? തളർന്നു പോയാ? കരിയിൽ പറക്കിക്കൊണ്ട് വച്ചിരിക്കുന്നു. കിട്ടുന്ന എല്ലാം പറക്കി അകത്തുകൊണ്ട് വയ്ക്കണം. വേണ്ട, ഇവിടെയൊക്കെ ഒത്തിരി വെട്ടമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കാടെടുക്കാമെന്ന്. കുറേശ്ശെ പയ്യെ എടുക്കുന്നുള്ളൂ. കാടും എടുത്ത് കുളിച്ചിട്ടൊക്കെ കയറി വന്നിട്ട് ഇനി ബാക്കിയുള്ള പണി കാര്യങ്ങളൊക്കെ ഉള്ളു. കൊതു കുത്തുന്നാക്കള്. മുളക് പറിക്കാൻ പോവാം. മുളക് പറിക്കാൻ പോവാം. ബാ, ഇത് അഴിച്ചെടുക്കട്ടെ. പാത്രം ഇവിടെയൊക്കെ ഭയങ്കര കാട്. കാന്താരി താണ്ട ഇതിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ ഇനി പറിച്ചെടുക്കട്ടെ. പാത്രം എടുത്തോണ്ട് വന്നു. ഹാപ്പിയേ, കൊതു അടിക്കുന്ന മക്കളെ. ഹാപ്പി, കാട് പറിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്കങ്ങാണ്ട് ഇവൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പാവ ഇവിടെ കിടന്ന് വേണ്ട ചള്ളായി. ഇപ്പോൾ വീണ്ടും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. കുഞ്ഞിലേ ഇവൾ ഇതിട്ട് കളിക്കുമായിരുന്നു. ഇവിടെ അയ്യത്ത് എവിടെയും കണ്ട കിടന്നതാണ്. കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ. കാട് പറിക്കാനൊന്നും പിന്നീടായപ്പോൾ അങ്ങ് മടുത്ത്. കുറേശ്ശെ പതുക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കിണറ്റിൻ്റെ മുട്ടിൽ കിടന്നൊക്കെ എടുത്ത്. എന്താ സൈഡ് ഇനി ബാക്ക് സൈഡിലുണ്ട്, കുറേ ഉണ്ട്. പതുക്കെ എടുക്കാം. പിന്നെ തുളസി നമ്മൾ നട്ടതല്ല കേട്ടോ.
തുളസി നമ്മൾ നട്ടതല്ല, പക്ഷേ അതിൻ്റെ ഇവിടെ ഒരെണ്ണം രണ്ടെണ്ണം കൊണ്ട് നമ്മൾ ആദ്യം കൊണ്ടുവച്ച്, പിന്നെ അതിൻ്റെ കുരു വീണും പിന്നെ അതിൻ്റെ പൂവൊക്കെ നമ്മൾ ഇറുത്തിട്ടപ്പോഴത്തേക്ക് ആയതാണ്. പിന്നെ അതെല്ലാം അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചു. ഇത്തിരി വെള്ളം ഇടണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ, അങ്ങനെ നിർത്തിയേക്കണതാണ്. ഹാപ്പിയേ, ഇതെന്തേലും കിടക്കണത്? പാവക്കുട്ടിയാ? എൻ്റെ കൂടെ മുളക് പറിക്കാൻ വന്നാണ്. പുറം മൊത്തത്തിൽ, ദേഹത്ത് മൊത്തത്തിൽ പുല്ലിൻ്റെത്, തലയിലൊക്കെ അതെല്ലാം ഇനി കോതി കളയണം അല്ലടേ. മുളക് താണ്ട കഷ്ടമായിപ്പോയി. ഇത്ര കിട്ടി, തോനെയുണ്ട്. ഇനി അവിടെ കുറച്ച് നിൽക്കുന്നു, പക്ഷേ എടുക്കാൻ വയ്യ, ഭയങ്കര കൊതുക്. ബാ, എവിടെ പോണ? കഥ തുറക്കട്ടോളാ. എവിടെ പോണ? മക്കൾ രണ്ടുപേരും പിന്നെ പോയി കഴിഞ്ഞാൽ രാവിലെ പിന്നെ വേറെ വലിയ പണിയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നല്ല പണിയായിരിക്കും. നാളെ ഇനിയിപ്പോൾ ജോലിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത്തിരി തുണികളെല്ലാം കഴുകാൻ കിടക്കുന്നു. ഇന്നിപ്പോൾ തുണി കഴുകാനായിട്ട് ഇറങ്ങിയില്ല, കാരണം എന്ന് വെച്ചാൽ മുറ്റത്ത് പിന്നെ നല്ല പുല്ല് കിടക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അതങ്ങ് എടുക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ് കുളിച്ചിട്ട് കയറി വന്നിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ഇനിയിപ്പം ബാക്കിയൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെയൊക്കെ അങ്ങ് ഉൾപ്പെടുത്തിയൊക്കെ ഇടാം. എന്തായാലും ഇത്രയും കമ്പങ്ങ് ഒടിഞ്ഞു പോയി, നിറച്ചുണ്ടായിരുന്നു. കുറേയൊക്കെ അവിടെ എങ്ങനെയൊക്കെ പോയി, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയത്. ഹാപ്പിയേ, കട്ടൻ ചായ വേണോ? കട്ടൻ വേണോ? വേണ്ടേ? കട്ടൻ വേണോ? അവിടെ കിടക്കുന്നു ഇത്രയും നേരം. ഇവിടെ എൻ്റെ കൂടെ ഇവിടെ കിടന്നൊരു മറിച്ചിലായിരുന്നു. ഞാൻ കാട് മൊത്തത്തിൽ പൊഴുത് ഇവിടെ കൊണ്ട് വയ്ക്കും. അവിടെ നിന്ന് വാരി ഇവിടെ കൊണ്ടിട്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കി ഇതിനകത്ത് മൊത്തം വലിച്ചുകൊണ്ട് പോയി പിന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവിടെ കിടക്കുകയാണ്. ഗുഡ്. എന്ത് എന്ത് ഒന്നും തന്നില്ലേ? ഒന്നും തന്നില്ലേ? എന്താടേ മക്കൾ അങ്ങോട്ട് നോക്കിയാണ്, കൊണ്ട് അതിലോട്ട് നോക്കിയാണ്. ഹാപ്പി ഡേ, അതിലോട്ട് നോക്കിയാണ് മക്കൾ, അത് നോക്കിയാണ്, അത് നോക്കിയാണ്. അതിൽ ആര് കാണുന്നു? അതാര്? അതാര്? ഇവിടെ വാടി, ഇവിടെ വാടി, ഇവിടെ വാടി, ഇവിടെ വാ, ഇവിടെ വരെ, ഇവിടെ വാ. സിറ്റ് ഹാപ്പി, സിറ്റ് സിറ്റ്. പറഞ്ഞാൽ കേൾക്കും. കമ്പെടുത്തിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഹാപ്പി, ഹാപ്പിയേ, ഹാപ്പി അതാര്? ഹാപ്പി, പൂച്ച കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നു, അതുകൊണ്ടാണ്. ഹാപ്പി, ഹാപ്പി ഇവിടെ ആടി, അങ്ങോട്ട് നോക്കിയിരിക്കുന്ന, ഇങ്ങോട്ട് നോക്കിയിരി. ഹാപ്പിയെ തിരിഞ്ഞിരിക്കുന്ന, അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോ അങ്ങോട്ടല്ലേ നോക്കാനുള്ളത്, അവിടെയല്ലേ കാണണമെന്ന് പറയണത്. പെണ്ണെ, പെണ്ണെ, നോക്ക് അങ്ങോട്ട് നോക്ക്. ഹാപ്പി, 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 ഹാപ്പി ഇവിടെ ഇവിടെ. ഹാപ്പിയേ, തള്ളപ്പൂച്ച അറിയാൻ പറ്റൂല, ചിലപ്പോൾ ഇവളെ കണ്ണിലെങ്ങാണം വെച്ച് അടിച്ചു കൊടുക്കും. കുഞ്ഞുങ്ങളിപ്പോൾ നല്ല ഓട്ടപ്പരുവായി. കുഞ്ഞുങ്ങളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തള്ളപ്പൂച്ച ചിലപ്പോൾ വന്നിട്ട് കണ്ണിലടിക്കണമെങ്കിൽ കണ്ണിൽ കൊള്ളും. അതുകൊണ്ടാണ് വിരട്ടി നിർത്തുന്നത്.
ഇവൾക്ക് ഭയങ്കര ശ്രദ്ധയാണ്, പക്ഷെ തള്ളയ്ക്ക് ഭയങ്കര പേടിയാണ്. അറിയാൻ പറ്റൂല, എവിടെ ചിലപ്പോൾ വലിച്ചൊക്കെ എടുക്കും. ഇച്ചിരി കള്ളിപ്പെണ്ണ്, ഇച്ചിരി കള്ളിപ്പെണ്ണാണാടി നീ പെണ്ണെ, ഇച്ചിരി കള്ളിപ്പെണ്ണാണാടി പിന്നെ, ഇച്ചിരി കള്ളിപ്പെണ്ണാണാടി നീ. ഹാപ്പി ഹാപ്പിയേ, അതാര്? ഇവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങി അറ്റത്തൊരു കുഞ്ഞിരിക്കുന്നു, അവിടെ തള്ളേരെടുത്ത് ഒരെണ്ണം ഇരിക്കുന്നു. രണ്ടുപേരെയും നോക്കിയാണ് ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ. കമ്പ് കണ്ടല്ലോ, കണ്ട, ഇതാണ് അവസ്ഥ. ഹാപ്പിയേ ഹാപ്പിയേ ഹാപ്പിയേ, ഡേയ് ഹാപ്പി, കമ്പെടുക്കട്ടെ ഞാൻ, കമ്പെടുക്കട്ടെ. കമ്പ് എവിടെ, കമ്പ് എവിടെ, ചുള്ളി കമ്പ് എവിടെ? ഇരി എവിടെ? സിറ്റ് 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 ഹാപ്പി, സിറ്റ് സിറ്റ് സിറ്റ്, ഇരി എവിടെ? സിറ്റ്. ചന്തിയിലടിക്കിട്ട് ഞാൻ, ചന്തിയിലടിക്കിട്ട് അടിക്കട്ടാ. അപ്പം അറിയാം.